റെയിൽവേക്കെതിരെ ശക്തമായ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ജനങ്ങളെ, സാധാരണ ജനങ്ങളെ മോഹിക്കുന്ന റെയിൽവേക്കെതിരെ ശക്തമായ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പ്രതിഷേധം പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കുത്തനെക്കുട്ടി കുത്തനെക്കുട്ടി. സാധാരണ ജനങ്ങളെ റെയിൽവേക്കെതിരെ ഉയരുന്നു 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 ഉയരുന്നു. യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം. കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ. വടകര റെയിൽവേ സ്റ്റേഷനിൽ, വടകര റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഫീസ് കുത്തനെകൂട്ടി, പാർക്കിംഗ് ഫീസ് കുത്തനെകൂട്ടി. ഇന്ത്യൻ റെയിൽവേ ജനങ്ങൾക്കെതിരെ, ഇന്ത്യൻ റെയിൽവേ ജനങ്ങൾക്കെതിരെ ദ്രോഹ നടപടികളെ മുന്നോട്ട്, ദ്രോഹ നടപടികളെ മുന്നോട്ട്. പ്രതിഷേധിക്കുക നാട്ടാരെ, പ്രതിഷേധിക്കുക നാട്ടാരെ. പ്രതികരിക്കുക നാട്ടാരെ, പ്രതികരിക്കുക നാട്ടാരെ. സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം. സംഗമത്തിന്റെ ഉദ്ഘാടകൻ ശ്രീ ബബിത് മലോൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബബിത് മലോൽ സ്വാഗതം ആശംസിച്ച നിയോജക ആ പാർക്കിംഗ് ഫീസ് കുത്തനെ കൂട്ടിയ ഒരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടു. ഏകദേശം 20 രൂപയൊക്കെ കൂട്ടിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. 24 മണിക്കൂറിലേക്ക് പോവുകയാണെങ്കിൽ അതല്ലെങ്കിൽ 12 മണിക്കൂറിന് ശേഷം 30 രൂപ. ജയന്തി ദിനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ വൈകുന്നേരം ഇത്തരത്തിലുള്ളൊരു സമരവുമായി കടന്നു വന്നത് ഒന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. വടകര റെയിൽവേ സ്റ്റേഷന്റെ മുൻവശം ഒരു സമരപ്പന്തൽ കെട്ടേണ്ട സാഹചര്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ നിതിൻ മാഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഗാന്ധി ജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധി പറയുന്നത്, സർക്കാരുകളോട് ആഹ്വാനം ചെയ്യുന്നത്, നിങ്ങൾ ഏതൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ മുമ്പായും നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും അധസ്ഥിതനായ ഒരു മനുഷ്യന്റെ സാധ്യതകളെ കുറിച്ചാണ്. ഈ ഒരു ദിനത്തിൽ വടകര റെയിൽവേ സ്റ്റേഷന്റെ ഈ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, ഇത് കൊള്ളയല്ല പിടിച്ചുപറിയാണ് എന്ന തരത്തിലാണ് ഇവിടുത്തെ വർധനവ്. കാലാനുസൃതമായ നീതിയുക്തമായ വർധനവ് എല്ലാ മേഖലയിലും ഉണ്ടാവാറുണ്ട്. അത് ഞങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ ഒരു നീതീകരണവും ഇല്ലാത്ത തരത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് ഇവിടെ റെയിൽവേ ചില കരാറുകാർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അവർ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് വലിയ സൗകര്യങ്ങളുണ്ടായി, അടിസ്ഥാന മേഖലയിൽ വലിയ മാറ്റങ്ങൾ വടകര റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും മറ്റുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ
സാധാരണഗതിയിൽ തന്നെ വലിയ വരുമാന മാറ്റം ഇതിനകത്തുണ്ടാവും. മുമ്പ് 100 വാഹനങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് 100-300 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇന്നുണ്ട്. അതിന് സാധാരണക്കാരനോട് പിടിച്ചു പറിക്കേണ്ട ഒരാവശ്യവും വടകര റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചോ ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇതൊന്നും മാനിക്കാതെ കണ്ട് പൊതുസമൂഹത്തിന്റെ സാധാരണക്കാരായ ജനങ്ങളുടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വടകര റെയിൽവേ സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോ ഒരു പുതപ്പ് കച്ചവടക്കാരൻ, അദ്ദേഹം കാലത്ത് ബസ് വരുന്നതിന് മുമ്പായി നാദാപുരത്തിന്റെ പ്രദേശത്ത് നിന്ന് രാവിലെ തന്റെ വണ്ടിയുമായി വരുന്നതാണ്. എന്നാൽ ഇവിടെ ആ വണ്ടിയും വെച്ച് ഏതെങ്കിലും പ്രദേശത്തേക്ക് കയറി ആ പുതപ്പുകൾ വിറ്റ് തിരിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. എന്തെങ്കിലും കിട്ടുന്ന സാഹചര്യമാണ്. രാത്രി ഏറെ വൈകുമെത്താൻ അദ്ദേഹത്തിന്റെ വണ്ടി ഇന്ന് എടുക്കാൻ വേണ്ട സാഹചര്യത്തിൽ എത്തി നോക്കുമ്പോ വലിയ പൈസ പാർക്കിങ്ങിന് തന്നെ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ കൊടുക്കേണ്ട ഗതികേടാണ്. ഈ തരത്തിലാണ് ഇവിടുത്തെ പുതിയ നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് കൊടുത്ത സമ്മാനം എന്ന് പറയുന്നത്, ഇന്ത്യൻ റെയിൽവേ കൊടുത്ത സമ്മാനം എന്ന് പറയുന്നത്, ഇവിടെ റെയിൽവേയുടെ അധികാരികൾ ചില കരാറുകാർക്ക് വേണ്ടി വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ഇതിന്റെ പിന്നിൽ വലിയ കുംഭകോണം നടന്നിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ആരോപിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. ഞങ്ങളുടെ MP അടക്കമുള്ള കെ മുരളീധരൻ അടക്കമുള്ള ആളുകളുടെ വലിയ ശ്രമഫലമായിട്ടാണ് ഈ വടകര റെയിൽവേ സ്റ്റേഷനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് വടകര റെയിൽവേക്ക് ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും മാറ്റങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടായത്. ഒന്നാം UPA, രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലത്താണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ആ തരത്തിലുണ്ടായിരിക്കെ ഈ നാട്ടിലെ ഭരണാധികാരികളോട് MP-മാരോട് ഒരു ചോദ്യം ചോദിക്കുക പോലും ചെയ്യാതെയാണ് ഈ തീവട്ടിക്കൊള്ളക്ക് സ്റ്റേഷൻ അധികാരികൾ കരാറുകാർക്ക് വേണ്ടി ഒത്താശ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പ്രദേശങ്ങളിൽ അയൽ ജില്ലകളിൽ പോകുന്ന ഒരു സ്റ്റേഷനാണ് വടകര. ഈ തരത്തിൽ എന്തുകൊണ്ടും സാധാരണക്കാരൻ എന്തെങ്കിലും മോഹം ഉള്ളിൽ ഒതുപ്പിച്ചുകൊണ്ടാണ് ഇതിന് ശ്രമിക്കുന്നത് എങ്കിൽ ഇതിനായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ആ സമരപരിപാടികൾക്ക് പ്രിയപ്പെട്ട നാട്ടുകാരുടെ റെയിൽവേ വടകരയുടെ MP ശ്രീ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകളുമായി ഞങ്ങൾ കൂടിയ ജയ് യൂത്ത് കോൺഗ്രസ്.